പശ്ചാത്തല സൗകര്യം വികസിച്ചതുകൊണ്ട് മാത്രം സ്കൂളുകൾ നന്നാവില്ല. തീർച്ചയായിട്ടും അവിടുത്തെ അധ്യാപകരും അതേപോലെ തന്നെ രക്ഷിതാക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു വിദ്യാലയത്തിൻ്റെ വളർച്ച. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ടതുണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നാകെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അതൊരു മിഷനായി അംഗീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സ്കൂളുകൾ നന്നാക്കണം, പൊതുവിദ്യാലയങ്ങൾ നന്നാക്കണം എന്നൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സജീവമായ ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ ഇന്ന് കാണുന്നത്. പഴയ കാലത്തെ വിദ്യാഭ്യാസ രീതിയല്ല ഇന്ന്. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം അധ്യാപകൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നത് മാറിപ്പോയി. ഇന്ന് അധ്യാപകൻ ഒരു ടീച്ചർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫെസിലിറ്റേറ്ററായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അധ്യാപകനുള്ളതിനേക്കാൾ വിവരം നമ്മുടെ മക്കളിലുണ്ട്. ലോകത്തിൻ്റെ എന്താ പറയുക അത്ഭുതകരമായ വളർച്ച, വിവര സാങ്കേതിക വിദ്യയുടെ വിസ്ഫോടനത്തിൻ്റെ കാലത്ത് ജീവിക്കുന്ന നമുക്ക് വിരൽത്തുമ്പിലാണ് എല്ലാ വിവരങ്ങളും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു മക്കളാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ മക്കളിൽ നിന്ന് ഒരുപാട് കാര്യം അധ്യാപകർക്ക് പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള ഒരു കാലത്ത് പുതിയ ഒരു അറിവിൻ്റെ ലോകത്തേക്ക് നമ്മുടെ മക്കളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി, ഇന്ത്യയിലെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമല്ല, ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഡിജിറ്റൽ ക്ലാസ് റൂമുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. മിക്കവാറും സ്കൂളുകളിലൊക്കെ ഇന്ന് നമുക്കറിയാം ക്ലാസ് മുറികൾ, ഒരു പ്രത്യേകമായ കമ്പ്യൂട്ടർ ലാബുകൾ LP ക്ലാസ്സുകളിൽ വരെ സജ്ജമാക്കിയിരിക്കുകയാണ്. LP -1 മുതൽ +2 വരെ നമ്മുടെ മക്കളെ പുതിയ ലോകത്തേക്ക് നേരെ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള അറിവിൻ്റെ അപ്പുറത്തേക്ക് ഒരു നേരിട്ട് കണ്ടും കേട്ടും പഠിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയിരിക്കുന്നു. പാഠപുസ്തകങ്ങൾ പോലും അധികം വൈകാതെ പാഠപുസ്തകങ്ങൾ പോലും ഇല്ലാതായിക്കൊണ്ട് കുട്ടികൾക്ക് നല്ല ലാപ്പിലൂടെ പഠിക്കുന്ന രൂപത്തിലേക്ക് അധികം വൈകാതെ നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറാൻ പോവുകയാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനോടൊപ്പം ആ വളർച്ചയിൽ നിൽക്കാൻ നമ്മൾ നാട്ടുകാരായ അല്ലെങ്കിൽ രക്ഷിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്തമാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയിൽ നിർവഹിക്കാനുള്ളത്. ആ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഒരു നാടൊന്നാകെ നിർവഹിക്കുമ്പോൾ മാത്രമേ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുകയുള്ളൂ. പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ മതേതരത്വവും അതേപോലെ തന്നെ ജനാധിപത്യ ബോധവും മതനിരപേക്ഷ ബോധവും ഒക്കെ വളരുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം വെച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും ഇതിലേറെ മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി കോട്ടക്കലിൻ്റെ എന്നല്ല മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നിങ്ങളുടെ പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷിന് ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ഞാൻ ആശംസിക്കുന്നില്ല. റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്ത് നോക്കി നിങ്ങൾക്കറിയാലോ, 56 വയസ്സായി എന്നൊന്നും ആരും പറയില്ല. 56 വയസ്സായോ എന്ന് ചോദിക്കുന്നവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ രവിമാഷെ സംബന്ധിച്ചിടത്തോളം ഒരു റിട്ടയർ ചെയ്തുകൊണ്ട് വിശ്രമിച്ച് ഇരിക്കാൻ കഴിയുന്ന ഒരു പ്രായമല്ല, ഒരു മനസ്സുമല്ല. കുറച്ചുകൂടെ കൂടുതൽ തൻ്റെ നാടിന്, നിങ്ങൾക്ക് ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ സേവനം കിട്ടി, ഇനി ഞങ്ങളുടെ നാടിന്, അദ്ദേഹത്തിൻ്റെ പ്രദേശത്തിന്, അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ സജീവമായ ഇടപെടലായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള സേവനം ഉണ്ടാകും. വിശ്രമരഹിതമായ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആശംസിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈ ചടങ്ങിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ആശംസാ പ്രസംഗത്തിനായി അടുത്തതായി സ്വാഗതം ചെയ്യുന്നു 9ാം വാർഡിന്റെ കൗൺസിലറും ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും സർവോപരി ജനക്ഷേമ കാര്യങ്ങൾക്കായി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന യുവ നേതാവുമായ ശ്രീ ഫഹദ് നരിമടയ്ക്കൽ. ഈ പ്രോഗ്രാമിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ റസാഖ് ആലമ്പാട്ടിൽ, അതുപോലെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ബുഷ്ര ഷബീർ അവർകൾ, നമ്മുടെ ഈ പ്രോഗ്രാമിലെ മുഖ്യാതിഥി ഡോക്ടർ PM വാര്യർ, അതുപോലെ വേദിയിലിരിക്കുന്ന ശ്രീമതി പാറോളി റംല ടീച്ചർ, എൻ്റെ സഹപ്രവർത്തകരായ കബീർ മാസ്റ്റർ, മറ്റു എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ എന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമുക്കറിയാം ഈ നാട്ടിലെ ഏകദേശം ഒരു നൂറ്റാണ്ടോളമായി വിവിധ തലമുറകളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷരം മുകർന്നു നൽകുന്ന ഈ വിദ്യാലയത്തിൻ്റെ 97ാം വാർഷികവും, അതുപോലെ തന്നെ 3 പതിറ്റാണ്ടിലധികം ഈ വിദ്യാലയത്തിലൂടെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക്
അറിവ് പകർന്നു നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാഷ് രവീന്ദ്ര മാഷിൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിലുമാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്തരം യാത്രയപ്പുകളൊക്കെയും നമുക്കൊക്കെ ഒത്തിരി വിഷമകരമായ സംഭവങ്ങളാണെങ്കിൽ പോലും ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ തന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്വം എത്രമാത്രം നിർവഹിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ചാരിതാർത്ഥ്യത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു സംഭവം എന്നുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട രവിമാഷ് ഈ വിദ്യാലയത്തിൽ HM-ആയും അതുപോലെ അധ്യാപകനായും ദീർഘകാലം അദ്ദേഹത്തിൽ അർപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും നല്ല രീതിയിൽ മുഴുവനാക്കിക്കൊണ്ടാണ് ഇവിടുന്ന് വിടവാങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നാടും ഈ നാട്ടിലെ ഈ വിദ്യാർത്ഥികളും എന്നും മാഷിനെ ഓർത്തിരിക്കും എന്നുള്ളതാണ്. ഈ അവസരത്തിൽ മാഷിനോട് പറയാനുള്ളത്, തുടർന്നും ഈ വിദ്യാലയത്തിലും അതുപോലെ നമ്മുടെ നാട്ടുകാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലും പങ്കാളികളാവണം. പ്രിയപ്പെട്ട മാഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ഫഹദ്. വേദിയിലുള്ള ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ റസാഖ് ആലമ്പാട്ടിൽ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ചെയർപേഴ്സൺ കോട്ടക്കൽ നഗരസഭ ശ്രീമതി ബുഷ ഷബീർ, ഈ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ഡോക്ടർ PM വാര്യർ, വേദിയിലുള്ള വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാറോളി റംല ടീച്ചർ, കബീർ മാഷ്, ഫഹദ് നരിമടക്കൽ, BPC മൗമാലി, ഈ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജർ മുഹമ്മദ് ബഷീർ നരിമടക്കൽ, PTA പ്രസിഡന്റ് വിനീഷ്, MTA പ്രസിഡന്റ് ഉമ്മർ ഖാൻ, സംഘാടക സമിതി വൈസ് ചെയർമാൻ പുഷ്പരാജൻ മാഷ്, പൂർവാധ്യാപകനായിട്ടുള്ള ഹുസൈൻ മാഷ്, ഗീത ടീച്ചർ, ഈ ചടങ്ങിൻ്റെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി രവീന്ദ്രൻ മാഷ്, നന്ദി പ്രകാശിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ സ്കൂളിലെ അധ്യാപകൻ മുസ്തഫ മാഷ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, കുട്ടികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ചടങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ട്. നമ്മുടെ തത്വചിന്തയുടെ പിതാവ് ആയിട്ടുള്ള സോക്രട്ടീസിൻ്റെ അരുമ ശിഷ്യനും മഹാനായ ചക്രവർത്തി അലക്സാണ്ടറിൻ്റെ ഗുരുവുമായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, പഠിച്ചതെല്ലാം മറന്നാലും അവശേഷിക്കുന്നതെന്തോ അതാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച് ഇത്ര കൃത്യമായ ഒരു നിരീക്ഷണം ഭാവി പിന്നീട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. അവശേഷിക്കുന്നതിൽ ശേഷികളുണ്ട്. ആ ശേഷി ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ പഠന പ്രവർത്തനമാണ് ഒരു വിദ്യാലയത്തിൽ നടത്തേണ്ടത്. അതിനുള്ള ഇടങ്ങളാണ് പൊതുവിദ്യാലയം. പൊതുവിദ്യാലയം സബ് ജില്ലയിലെ 2 മുനിസിപ്പാലിറ്റികളും 4 പഞ്ചായത്തിൻ്റെയും ചുമതലയുള്ള ആളെന്നുള്ള രീതിയിൽ ഏറ്റവും നന്നായി അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയാണ്. ആ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഓരോ സ്കൂളുകളുടെയും മികവുകളാണ് ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകളുടെ അല്ലെങ്കിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ മികവായി നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ കാവതികളം സ്കൂൾ തന്നെയാണ്. അതിന് കൃത്യമായി അവിടെയുള്ള ഓരോ അധ്യാപകൻ്റെയും കൃത്യമായ നേതൃത്വമുണ്ട്. ഇവിടുത്തെ PTA-യുടെ കൃത്യമായ നേതൃത്വമുണ്ട്. ഇവിടുത്തെ മാനേജറുടെ കൃത്യമായ ഇടപെടലുകളുണ്ട്. അങ്ങനെ വലിയ ഏറ്റവും മികച്ച ഒരു സ്കൂൾ, ഈ സബ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളായി നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളതിലെ സന്തോഷം ആദ്യമായി പങ്കുവെക്കുകയാണ്. നമ്മൾ ഒരു സ്കൂള് എപ്പോഴും നമ്മളെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പല കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു. നമ്മുടെ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അവിടുത്തെ അധ്യാപകരാണ് ഈ സമൂഹത്തെ മാറ്റി തീർക്കുന്നതിൽ നേതൃത്വം വഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം രബി മാഷ് വലിയ ഒരു കാലയളവ്, ഒരു 32-33 വർഷം, 20 വർഷത്തോളം HM-ഉം 31 വർഷം HM-ഉം, അങ്ങനെ വലിയൊരു നീണ്ട കാലയളവാണ് മാഷെ സംബന്ധിച്ച് ഇവിടത്തെ ഒരു തലമുറയിൽ ഓർമ്മക്ക് വേണ്ടി അവശേഷിക്കുന്നത്.
നമ്മളിവിടുത്തെ മലപ്പുറം സബ് ജില്ലയുമായി ബന്ധപ്പെട്ട് 2020 ഞാൻ BPCI ചുമതലയേറ്റത് മുതൽ ഓരോ സന്ദർഭത്തിലും ഞങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ സ്കൂളിൻ്റെയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരന്തര സംഭാഷണത്തിലാണ് രവിമാഷ് ഉണ്ടാവുക. രവിമാഷ് മീറ്റിംഗ് കഴിഞ്ഞാൽ ഞാനും രവിമാഷൊക്കെ കുറച്ചു നേരം ഒന്ന് സംസാരിക്കും. എന്താണെങ്കിലും അന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ടേ രവിമാഷ് പോവുള്ളൂ. അപ്പോൾ രവിമാഷ് അത്രമാത്രം കൃത്യതയോടെ സ്കൂളിൻ്റെ കാര്യങ്ങൾ, സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, സ്കൂളിൻ്റെ ഓരോ ചലനങ്ങളും, കാരണം സ്കൂള് മികവിൻ്റെ കേന്ദ്രമായി മാറിയത് കുറച്ച് കാലമായി ഈ സ്കൂളിൻ്റെ മൊത്തം മുഖച്ഛായ മാറി പഴയ എല്ലാ പ്രയാസങ്ങളും ഇല്ലാതായി ഏറ്റവും നല്ല രീതിയിൽ അത് ഓരോ മൂലയും ഞങ്ങളൊക്കെ കൊണ്ട് കാണിച്ച് അതിന് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രമാത്രം സൂക്ഷ്മതലത്തിൽ ഈ സ്കൂളിനെ നെഞ്ഞോട് ചേർത്ത ഒരു പ്രധാന അധ്യാപകൻ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. പല പ്രധാനാധ്യാപകരും അവരെ ചുമതല വഹിക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇത് ഇങ്ങനെ മനസ്സിൽ അത് മാത്രം കൊണ്ടു നടക്കുന്ന ആളുകളെ ഞാൻ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. ആ ഒരു പ്രത്യേകത രവിമാഷക്കുണ്ട്. രവിമാഷ ഞാൻ ഒരുപാട് കാലങ്ങളായി, ഞാൻ രാജാസിൽ വർക്ക് ചെയ്തിരുന്ന അധ്യാപകനാണ്. ആ കാലം അതിന് മുമ്പും ഒരുപാട് കാലമായി പരിചയമുണ്ട്. പക്ഷേ BRCയിൽ എത്തിയതിനു ശേഷം അക്കാദമികമായ ഒരുപാട് പ്രവർത്തനങ്ങളിലുമായി വലിയ നിരന്തര പരിചയമുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ഇന്നത്തെ കാലത്ത് നേരത്തെ സുരേഷ് മാഷ് പറഞ്ഞ പോലെ ഈ 58-56 വയസ്സ് എന്നൊക്കെ പറഞ്ഞ ചെറുപ്പക്കാരനാണ്. എന്നെക്കാളും ചെറുപ്പമാണ് രവിമാഷക്ക്. അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ, കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആയുർദൈർഘ്യം വെച്ചിട്ടൊക്കെ ഈ 56 വയസ്സിൽ റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കേരളത്തിൻ്റെ ആയുർദൈർഘ്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ? 80-85 അമേരിക്കയുടെ ബ്രിട്ടൻ്റെ ഒക്കെ ആയുർദൈർഘ്യത്തിന് സമാനമാണ് കേരളത്തിലെ ആയുർദൈർഘ്യം. അതായത് ഒരു 80 വയസ്സ് ഒക്കെ ഉള്ള ആൾ പോലും ചുറുചുറുക്കായി നിൽക്കുന്ന കാലഘട്ടത്തിൽ 56 വയസ്സിൽ റിട്ടയർ ചെയ്ത് പോവേണ്ടി വരിക എന്നുള്ളത് സങ്കടം തന്നെയാണ്. അപ്പോൾ മാഷക്ക് ഇനിയും 10, 15, 20 കൊല്ലം ഇതേപോലെ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ അനിവാര്യമായ ഒരു സ്വാഭാവികമായ ഒരു ഗവൺമെൻറ് പ്രൊസീജിയറിൻ്റെ ഭാഗമായി നമ്മളെ സ്കൂളിൽ നിന്ന് യാത്രയക്കപ്പെടുകയാണ്. അപ്പോൾ യാത്രയക്കപ്പെടുന്ന രവിമാഷക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്കൂളിലെ എല്ലാവിധ അക്കാദമിക പ്രവർത്തനങ്ങൾക്കും ഇവിടുത്തെ എല്ലാ മികവുകൾക്കും സ്കൂളിൽ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് എത്തുന്നതിനും ഈ വാർഷികത്തിനും എല്ലാം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ പാടെ മാറ്റി വിദ്യാലയത്തെ ഉന്നത നിലവാരത്തിലെത്തിച്ച സ്കൂൾ മാനേജർ ശ്രീ മുഹമ്മദ് ബഷീർ നരിമടക്കിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ആശംസാ പ്രസംഗം നടത്താൻ ഇനിയും ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ സമയക്രമം പാലിക്കണമെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ കലാപരിപാടി വേദിയിലിരിക്കുന്ന ആദരണീയരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ 97ാം വാർഷിക ദിനമാണ്. 97 വർഷത്തെ മഹത്തായ പ്രവർത്തനത്തിൻ്റെ നിറവിൽ തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഈ സ്കൂൾ. നമുക്ക് അറിവ് പകർന്ന് നമ്മളെ നല്ല മാർഗത്തിലൂടെ സഞ്ചരിപ്പിച്ച നമ്മുടെ ഗുരുക്കന്മാരായ ഒരുപാട് പേരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ 97ാം വിജയദിനം കൂടിയാണ് ഇന്ന്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മുൻപേ നടന്ന മഹാരഥന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കർമ്മമണ്ഡലത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നീണ്ട 33 വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ശ്രീ രവീന്ദ്രൻ മാഷ്ക്കുള്ള യാത്രയപ്പ് ദിവസം കൂടിയാണ്.
ഈ അവസരത്തിൽ ബഹുമാന്യനായ ഒരു അധ്യാപകന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ശിഷ്യന്മാരാണ് ഒരു അധ്യാപകന്റെ സമ്പത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അങ്ങനെ നോക്കുമ്പോൾ നാടെങ്ങും ഒരുപാട് ശിഷ്യന്മാരുണ്ട് എന്നുള്ളത് നമ്മുടെ രവീന്ദ്രൻ മാഷ് വേദിയിലിരിക്കുന്ന ആദരണീയരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മറ്റ് വിശിഷ്ടാതികളെ, ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. കാവതികുളം പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് 10 ദശകമായി യശസ്സ് ഉയർത്തി നിൽക്കുന്ന വിദ്യാലയമാണ് ALP സ്കൂൾ കാവതികുളം. ഇവിടെ നിന്ന് ആദ്യാക്ഷരങ്ങൾ പഠിച്ച് ഉന്നത നിലയിൽ എത്തിയവരാണ് ഏറെയും. കെട്ടിലും മട്ടിലും ഇന്ന് ഈ വിദ്യാലയം ഏറെ മാറിയിട്ടുണ്ട്. പാഠ്യേതര വിഷയങ്ങളിൽ രംഗങ്ങളിൽ മികവിൻ്റെ കേന്ദ്രമാണ് ഇന്ന് ഈ വിദ്യാലയം. വിദ്യാർത്ഥികൾക്കൊപ്പം അഭിരുചികൾക്കൊപ്പം അധ്യാപകരും PTA ചേർന്ന് നിൽക്കുമ്പോൾ പുതിയ താരോദയങ്ങൾ ഉണ്ടാകുന്നു. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നന്മകൾ തേടിപ്പറക്കാൻ നമുക്കാവുമെന്ന് തീർച്ചയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒപ്പം നമ്മുടെ സ്കൂളിൻ്റെ വാർഷികത്തിനും ആശംസകൾ നേരുന്നു. താങ്ക് യു മാഡം. ആശംസാ പ്രസംഗത്തിനായി അടുത്തതായി സ്വാഗതം ചെയ്യുന്നു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീ N. പുഷ്പരാജൻ മാസ്റ്റർ. പ്രിയപ്പെട്ട അധ്യക്ഷൻ റസാഖ്, ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നഗരസഭയുടെ ചെയർപേഴ്സൺ ബുഷ്ര ഷബീർ, മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ PM വാര്യ, വേദിയിലിരിക്കുന്ന ഫഹദ്, കബീർ, സുരേഷ്, മോമാലി, ഇങ്ങനെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരൻ, ഞാനിവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷം. അപ്പം എനിക്കറിയാം നിങ്ങൾക്ക് സന്തോഷമില്ലാതെ. ഇതൊന്നും നിർത്തട്ടെ എന്നല്ല ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷമില്ല, എനിക്ക് സന്തോഷമുണ്ട്. എനിക്കുള്ള സന്തോഷം, കുറെ കാലമായി നമ്മൾ 2-3 വർഷമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കാനില്ല അല്ലേ ടീച്ചറെ? കോവിഡായിരുന്നു. കോവിഡ് കാരണം 20, 21, 22 വർഷങ്ങളിൽ നമ്മുടെ നാട്ടില് ഇതുപോലത്തുള്ള സംഗമങ്ങൾ നടന്നിരുന്നില്ല. അതിന്ന് മാറി ഇങ്ങനെ ഒത്തുചേരാൻ വേണ്ടി നമുക്ക് കഴിയുന്നു എന്നത് തന്നെ വലിയൊരു സന്തോഷം. ഒരു വലിയ മഹാമാരിയെ നേരിട്ട് നമ്മൾ വിജയിച്ചിരിക്കുക. ഇനിയും ഇത് ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകൾ ഇതുപോലെ കൂടിയിരിക്കാനും കലാപരിപാടികൾ ആസ്വദിക്കാനും കഴിഞ്ഞു എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം. ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും 56 വയസ്സായുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള രവി മാഷ്, അയാൾക്ക് ഇനി മാഷ്ക്ക് ഇനി കെട്ടിടം, ഓരിട്ട കെട്ടിടം, ഈ നിൽക്കുന്ന സ്റ്റേജിന്റെ തൊട്ട് പിന്നില് സ്റ്റാഫ് റൂം, അതിന്റെ അപ്പുറത്ത് 4ാം ക്ലാസ്, അതിന്റെ ഇപ്പുറത്ത് 3ാം ക്ലാസ്. 3ാം ക്ലാസ്സിൽ പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കും, 4ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്കും കേൾക്കാം, പഠിക്കാം. അവരുടെ സൗകര്യം 2 വർഷം കൊണ്ട് 4ാം ക്ലാസ് കഴിയുന്നുള്ളതാണ്. 1ാം ക്ലാസ് പഠിക്കാം, 1ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിനും പാഠം പഠിക്കും. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 3ാം ക്ലാസ്സിനും 4ാം ക്ലാസ്സിനും പഠിക്കും. അപ്പൊ 2 കൊല്ലം കൊണ്ട് 4 ക്ലാസ് 4ാം ക്ലാസ് വരെ പഠിക്കാൻ കഴിയും. പക്ഷെ 4 കൊല്ലം കഴിഞ്ഞാലേ പുറത്തേക്ക് വിടുള്ളൂ. അത് മാറി. ഇവിടെ മാത്രമല്ല, കേരളത്തിലാകെ മാറി.
വലിയ മുന്നേറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഭൗതിക സാഹചര്യം. അധ്യാപന രംഗത്ത് സജീവ സാന്നിധ്യവുമായ പ്രിയപ്പെട്ട അധ്യാപകൻ ഹുസൈൻ മാസ്റ്ററെ ആശംസാ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, സമയം വളരെ ദീർഘിച്ചു. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് എനിക്കറിയുന്നില്ല. കാരണം 26 വർഷത്തോളം സ്കൂളിൽ ജോലി ചെയ്ത് 2016 ഞാൻ പിരിഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ HMൻ്റെ കൂടെ 26 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത അനുഭവമുണ്ട്. ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചവരുണ്ട്. സ്കൂളിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇന്ന് നമ്മളെ 97ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട HM രവിമാഷിക്ക് യാത്രയപ്പ് നൽകുകയുമാണ്. പിന്നെ അപ്പോൾ സുദീർഘമായ പ്രസംഗത്തിന് ഞാൻ മക്കളെ ധൃതിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഇന്ന് പിരിഞ്ഞു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട HMനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. 2022 ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുകയും ജനഹൃദയങ്ങളിൽ എന്നും തിളങ്ങി നിൽക്കുകയും ചെയ്യുന്ന ശ്രീമതി ഗീത ടീച്ചറെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി ബുഷറ ഷബീർ അവറുകൾ, നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ PM വാര്യർ, അതുപോലെ നമ്മുടെ സ്റ്റേജിൽ ഉപവിഷ്ടരായ മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നമ്മുടെ വിശിഷ്ടാതിഥി എൻ്റെ HMമായിരുന്ന ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ അവറുകളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയിൽ വലിയൊരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു ആശംസകൾ നേടുക എന്നല്ലാതെ അതിലുപരിയായിട്ട് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ചെറിയ പിഞ്ചു കുട്ടികൾ മേക്കപ്പ് ഇട്ട് കുറേ നേരമായി ഇവിടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തു. മാഷോടൊപ്പം ഞാൻ ഏകദേശം 30 വർഷക്കാലം ഇവിടെ സേവനമനുഷ്ഠിച്ചു. മാഷയെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ അതിന് പറ്റിയ ഒരു സമയമല്ല അതിനെക്കൊണ്ട്. മാഷോട് ഈ ഒരു സമയം ഇങ്ങനെയുള്ളത് ഒരു ചടങ്ങ് മാത്രമാണ്. ഔദ്യോഗികമായി നമ്മൾ ഈ സ്ഥാനത്ത് നിന്ന് വിട്ടുനിന്നാലും നമ്മൾ തീർത്തും ഈ രംഗത്ത് നിന്ന് പിന്മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നെ പോലുള്ള ആളുകളെ കണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കിയാലും ഞാൻ പോവാതെ പിന്നെ ഇങ്ങോട്ട് തന്നെ വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ സ്കൂളിനോട് നമ്മുടെ ആയുഷ്കാലം നമുക്ക് ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഈ സ്കൂളിൻ്റെയും ഈ നാട്ടുകാരുടെയും ഉന്നമനത്തിനായി നമുക്ക് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് മാഷോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമ്മൾ ഇവിടുന്ന് വിട്ടു പോകുന്നില്ല, നമ്മൾ ഇവരോടൊപ്പം തന്നെയുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും നമ്മുടെ ഈ നാട്ടുകാർക്കും എപ്പോഴും നമ്മൾ ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്കും അതേപോലെ തന്നെ മാഷിക്ക് എല്ലാവിധത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ആശംസ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മ അഡ്മിൻ ആൻഡ് പാനൽ അംഗങ്ങളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാരം സമർപ്പിക്കുന്നത് നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മ. ഇതിന്റെ അഡ്മിൻ പാനൽ അംഗങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി രവീന്ദ്രൻ മാഷയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായി ക്ലബ്
അംഗങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു ഭാവന അത്താണി. ഭാവനയുടെ പ്രതിനിധികളായ സുബൈർ, മൻസൂർ. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി രവീന്ദ്രൻ മാഷോട് അഭ്യർത്ഥിക്കുന്നു. വേദിയിൽ ഭാവന അത്താണി നൽകുന്ന ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം സമർപ്പിക്കുന്നതിനായി സുബൈറിനെയും മൻസൂറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ജനകീയം കാവതികളും നൽകുന്ന സമ്മാനമാണ്. ജനകീയം കാവതികളും നൽകുന്ന സ്നേഹാദരങ്ങൾ നൽകുന്നതിനായി അസൈന, നൗഫൽ ഇവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസൈന, നൗഫൽ. അടുത്തതായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഡിവൈഎഫ്ഐ കാവതികുളം യൂണിറ്റ്. ഡിവൈഎഫ്ഐ കാവതികുളം യൂണിറ്റിലെ സമദ് ആൻഡ് സന്ദീപ്. ഡിവൈഎഫ്ഐ കാവതികുളം യൂണിറ്റിലെ സമദ് ആൻഡ് സന്ദീപ്. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു INL മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വടക്കേതിൽ നിസാർ. INL മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വടക്കേതിൽ നിസാർ. അടുത്തതായി ഇന്ത്യ യൂത്ത് ലീഗ് കാവതികുളം സെക്രട്ടറി സഫ്വാൻ. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു ഇന്ത്യ യൂത്ത് ലീഗ് കാവതികുളം സെക്രട്ടറി സഫ്വാൻ. സ്വാഗതം ചെയ്യുന്നു ഭാവന അത്താണിയുടെ മെമ്പർമാർ സുബൈർ, മൻസൂർ. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു ഷാഹുൽ ഹമീദ് ആൻഡ് ഫാമിലി. ഷാഹുൽ ഹമീദ് ആൻഡ് ഫാമിലി. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഷാഹുൽ ഹമീദ് ആൻഡ് ഫാമിലി. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്റ്റുഡന്റ് ലീഗ് കാവതികുളം യൂണിറ്റ് സെക്രട്ടറി ദിൽഷാദ് ആൻഡ് ഫർഹാൻ. ഇന്ത്യൻ സ്റ്റുഡന്റ് ലീഗ് കാവതികുളം യൂണിറ്റ് സെക്രട്ടറി ദിൽഷാദ് ആൻഡ് ഫർഹാൻ. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു അഗായിൽ ഗ്രൂപ്പ്. പ്രതിനിധികളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി സ്നേഹോപഹാരം നൽകുന്നത് അഗായിൽ ഗ്രൂപ്പ്. ഉപഹാരം സമർപ്പിക്കുന്നതിനായി അടുത്തതായി സ്വാഗതം ചെയ്യുന്നു സെവൻസ് അറീന സിദ്ദിഖ് ആൻഡ് ജംഷീർ. സെവൻസ് അറീന പ്രതിനിധികളായ സിദ്ദിഖ് ആൻഡ് ജംഷീർ. ഉപഹാരം സമർപ്പിക്കുന്നതിനായി അടുത്തതായി സ്വാഗതം ചെയ്യുന്നു PTA പ്രസിഡന്റ് ശ്രീ ബിനീഷ്. ഉപഹാരം സമർപ്പിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു PTA പ്രസിഡന്റ് ശ്രീ ബിനീഷ്. ഉപഹാരം സമർപ്പിക്കുന്നതിനായി അടുത്തതായി സ്വാഗതം ചെയ്യുന്നു MTA പ്രസിഡന്റ് ഉമൈബാൻ. റഹീന യൂസഫ്. PTA പ്രസിഡന്റ് ശ്രീ ബിനീഷ്. PTA പ്രസിഡന്റിന്റെ ഉപഹാര സമർപ്പണത്തിന് ശേഷം സ്വാഗതം ചെയ്യുന്നു MTA പ്രസിഡന്റ് ഉമൈബാൻ.
സ്വാഗതം ചെയ്യുന്നു മുൻ അധ്യാപിക ശ്രീലത ടീച്ചറുടെ അച്ഛൻ ശ്രീ മുരളി മേനോൻ. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു മുൻ അധ്യാപിക ശ്രീമതി ശ്രീലത ടീച്ചറുടെ അച്ഛൻ മുരളി മേനോൻ. ഉപഹാരം സമർപ്പിക്കുന്നതിനായി അടുത്തതായി സ്വാഗതം ചെയ്യുന്നു റംസീന പാറോളി. വെരി മച്ച്. ഒരു ജനസമുദ്രത്തിന്റെ മുഴുവൻ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷ് 1990 നമ്മുടെ വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുകയും 3 തലമുറകൾക്ക് വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം പകരുകയും ചെയ്ത ശ്രീ എം രവീന്ദ്രൻ മാസ്റ്റർ മറുമൊഴി പ്രസംഗത്തിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാർ, BPC മലപ്പുറം, എൻ്റെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജർ മുഹമ്മദ് ബഷീർ നരിമടക്കൽ, PTA പ്രസിഡന്റ് ബിനീഷ് P, MTA പ്രസിഡന്റ് ഉമ്മൈബാൻ, N പുഷ്പരാജൻ മാസ്റ്റർ, സ്വാഗത പ്രസംഗം ആശംസിച്ച സീനിയർ അധ്യാപിക മിനി ടീച്ചർ, ഈ പരിപാടിച്ച ഈ സംഘാടക സമിതിയോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതിലെ ഓരോ അംഗത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഉപഹാരങ്ങൾക്ക് വിവിധ ക്ലബ്ബുകളും മറ്റും അതുപോലെ PTA MTA സംഘാടക സമിതി എല്ലാവരും ഒരുപാട് ഉപഹാരങ്ങൾ നൽകുകയുണ്ടായി. അതിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ എന്നെ പ്രശംസിച്ചും നല്ല പറച്ചിലുകൾക്ക് എൻ്റെ എല്ലാ സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. കാവതികളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു അടിത്തറ പാകിയത് നമ്മുടെ സ്കൂളാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ സ്ഥാപനം തന്നെയാണ്. അതിൽ ഇത്രയും കാലം അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു എന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ മറന്നുപോയതാണ്, ഈ വാർഷിക ആഘോഷവും യാത്രയപ്പുമായി ഇവിടെ മനോഹരമായ ഒരു ബ്രോഷർ തയ്യാറാക്കുകയുണ്ടായി. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ സ്കൂളിലെ എൻ്റെ സഹാധ്യാപകരായ ഗൗതം മാഷിനെയും മുസ്തഫ് മാഷിനെയും എനിക്ക് ഈ വേദിയിൽ വെച്ച് അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. അത്രയും മനോഹരമായി രാവും പകലും കഷ്ടപ്പെട്ടാണ് അവർ ഇതിനു വേണ്ടി പ്രയത്നിച്ചത്. അതുപോലെ തന്നെ സംഘാടക സമിതിയിലും എല്ലാ നേതൃത്വം നൽകി അവരെന്നെ അത്ര കണ്ട് ഇത് ഗംഭീരമാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഓരോ വാർഷികവും വളരെ സന്തോഷത്തോടു കൂടിയാണ് ആഘോഷിക്കാറ്. എൻ്റെ സ്കൂളിൻ്റെ ഓരോ വാർഷികം വരുമ്പോഴും ആ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ കാണുമ്പോഴും അത് കാണുന്ന രക്ഷിതാക്കളുടെ സന്തോഷവും അത് ഓടിച്ചാടി നടന്ന് അതിൻ്റെ നേതൃത്വം കൊടുത്ത് അവരിലൊരു അംഗമായി മാറുമ്പോഴുള്ള സന്തോഷമൊക്കെ എനിക്ക് കഴിഞ്ഞ കൊല്ലം വരെ വലിയ ഒരു സന്തോഷം തന്നെയായിരുന്നു.
എന്നാൽ ഈ വർഷത്തെ വാർഷികം എന്തോ എനിക്ക് അതിനൊരു നേതൃത്വം കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ട്. അതിന് കാരണം എൻ്റെ വിരമിക്കൽ തന്നെയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഈ വാർഷികത്തിന് ഞാൻ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും വിരമിക്കുക എന്നത് സർവീസിൽ കയറി 56 വയസ്സിൽ അത് നിർബന്ധമായും ഗവൺമെൻറ് റൂൾ പ്രകാരം വിരമിക്കുക തന്നെ വേണം. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഓരോരുത്തരും പറയുകയുണ്ടായി. എനിക്ക് കൂടുതൽ പറയണമെന്നുണ്ട്. പക്ഷേ ഈ മേക്കപ്പ് ചെയ്ത് കലാപരിപാടികൾ പങ്കെടുക്കാൻ കാത്തുനിൽക്കുന്ന കുട്ടികൾ കുറേയുണ്ട്. ഇപ്പോൾ തന്നെ സമയം 9 മണിയായി. എന്നാലും ചെയ്ത പ്രവർത്തനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല. എൻ്റെ കൂടെ എൻ്റെ സഹാധ്യാപകരുണ്ടായിരുന്നു, എൻ്റെ PTA ഉണ്ടായിരുന്നു, എൻ്റെ MTA ഉണ്ടായിരുന്നു, നല്ലവരായ നാട്ടുകാരുണ്ടായിരുന്നു. ഒന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ ഡിഗ്രി BCom ആയിരുന്നു എടുത്തിരുന്നത്. BCom ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. അന്ന് എൻ്റെ സ്വപ്നം ഒരു ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനായി കയറണം എന്നതായിരുന്നു. പക്ഷേ എന്തോ BCom കഴിയുന്നതിന് മുമ്പേ എൻ്റെ അമ്മ ടീച്ചറായതുകൊണ്ടായിരിക്കാം, ഞങ്ങൾ 4 മക്കളാണ്. അമ്മയുടെ ആഗ്രഹപ്രകാരം അല്ല, മൂത്ത 2 പേര് അവർ ഗൾഫിലേക്ക് ജോലിക്ക് പോയി. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അതിൻ്റെ തൊട്ട് ജ്യേഷ്ഠൻ ഒരു അധ്യാപകനായി തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹം ഞാനും ഒരു അധ്യാപകനാകണം എന്നതായിരുന്നു. അതുകൊണ്ട് എന്നെ ഡിഗ്രി പഠിക്കുമ്പോൾ അവിടുത്തെ HM നമ്മളെ മേലേത്തൊടി സരോജിനി ടീച്ചറായിരുന്നു, തങ്കമ്മ ടീച്ചർ. ഇവിടെ ആകെ 5 അധ്യാപകരാണ് അന്നുണ്ടായിരുന്നത്. ഒരു അധ്യാപിക ലീവ് എടുത്തപ്പോൾ അതിന് പകരമായിട്ടായിരുന്നു ഞാൻ അവിടെ കയറിയത്. ആ ടീച്ചറുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടിരുന്നു. എൻ്റെ അമ്മയുടെ സുഹൃത്ത്, എന്നെ വാത്സല്യത്തോടു കൂടിയാണ് ആ ടീച്ചർ കണ്ടിരുന്നത്. സ്വന്തം മകനെ പോലെ ശാസിക്കാനോ ഉപദേശിക്കാനൊക്കെ ടീച്ചർക്ക് അധികാരമുണ്ടായിരുന്നു. കുറച്ചു കാലമൊക്കെ കൂടിയപ്പോൾ എനിക്ക് ക്ലാസ്സിൽ നിന്ന് ശരിക്കു പറയുകയാണെങ്കിൽ സ്റ്റാഫ് റൂമിലേക്ക് വരാനുള്ള ഒരു താല്പര്യം പോലും ഉണ്ടായിരുന്നില്ല. ഓരോ ക്ലാസ്സും ഞാൻ മാറി എടുത്തു. കവിതയായാലും കഥയായാലും എനിക്കറിയുന്ന രീതിയിലും താളത്തോടുകൂടി കവിതകളും അതുപോലെ പല കഥകൾ വായിച്ചിട്ട് വായനാശീലം അന്ന് കൂടുതലുണ്ടായിരുന്നു. പിന്നീടാണ് കുറഞ്ഞു വന്നത്. അങ്ങ് കൈകാര്യം ചെയ്തു. 1-ാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് ടീച്ചറായിട്ടുണ്ട്, 2-ാം ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, 4-ൽ എടുത്തിട്ടുണ്ട്. 1993 ജനുവരി 6-ാം തീയതി എനിക്ക് ഹെഡ് മാസ്റ്ററായി പ്രൊമോഷൻ ലഭിച്ചു. ആ ഹെഡ് മാസ്റ്ററുടെ ജോലിയും എൻ്റെ ക്ലാസ് ചാർജും കൂടിയും ഒത്തുപോകാൻ എനിക്ക് കുറച്ചൊക്കെ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 3-ാം ക്ലാസ്സിലെ ക്ലാസ് അധ്യാപകനായി മാറി. മറ്റുള്ള വിഷയങ്ങൾ എടുക്കുന്നതിന് എൻ്റെ സഹാധ്യാപകർ എന്നെ സഹായിക്കുക ചെയ്തു. കാരണം ഒരു ഹെഡ് മാസ്റ്ററുടെ വാട്സപ്പ് കൂട്ടായ്മ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഈ പരിപാടി ഗംഭീരമാക്കാൻ രാവും പകലുമില്ലാതെ ഓടി നടന്ന 2 പേർ.
താങ്ക് യു നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടം. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ ഒത്തുകൂടിയ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അസ്സലാമു അലൈക്കും. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഇനി ഒരു നീണ്ട നന്ദി പറയുന്നു. ഒരു നീണ്ട നന്ദിക്ക് ഒരു ചാൻസ് ഇല്ല എന്ന് എനിക്ക്